ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ചായയും കടിയും അതുമായി മക്കളെ പറഞ്ഞയക്കലൊക്കെ കഴിഞ്ഞിട്ട് ചോറിനൊക്കെ വെള്ളം വെച്ച് ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. കുറച്ച് വേഗം നിങ്ങളെ മുന്നിൽ എത്തിപ്പെടാൻ. അപ്പോൾ ചോറ് കൊണ്ടുപോകണമല്ലൊക്കെ വെള്ളിയാഴ്ച അല്ലേ, അപ്പോൾ ഇങ്ങോട്ട് വന്ന് കഴിച്ച് പോകാറുണ്ട്. അപ്പോൾ പിന്നെ സാവധാനം ഞാൻ തീയൊക്കെ കത്തിച്ചങ്ങാണ്ട് വിറകടുപ്പത്ത് തന്നെ ചോറൊക്കെ തീമിട്ടു. അങ്ങനെ വെള്ളമൊക്കെ തിളച്ചപ്പം അരിയൊക്കെ കേങ്ങാണ്ട് ഇട്ടെടുത്ത്. അപ്പം ഇനി നമുക്കേ ചോറിന് കൂട്ടാൻ കപ്പ ബിരിയാണി കേട്ടോ. നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇറച്ചിയും പുളി എന്ന് പറയും, അതാണ് ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ അരിയൊക്കെ കേകി ഇട്ടെടുത്തങ്ങാണ്ട് വെള്ളം തിളക്കാനായിക്കണ്ട അരി ഇട്ടെടുത്തപ്പം അങ്ങനെ അരിയാണെങ്കിൽ നല്ല വേവുള്ള അരിയാണ്. അപ്പോൾ അവിടെ കിടന്ന് അങ്ങനെ വേവട്ടെ. മൺപാത്രത്തിലാവുമ്പം അങ്ങനെ തിളച്ച് കിടക്കുമല്ലോ, കണൽമ കിടന്നുങ്ങാണ്ട് തന്നെ ചോറ് വേകും. അങ്ങനെ കുറച്ച് പലവകയും കുറച്ച് ബീഫും ഒക്കെ കൊണ്ടുവന്നിക്കണം കേട്ടോ. ആ രണ്ടും പാടെ മിക്സ് ചെയ്തുകൊണ്ടാണ് വെക്കണത്. അപ്പം പലവകയാണ് രസം ഇറച്ചിയും പുളിയും വെക്കുമ്പം പിന്നെ കുറച്ച് ബീഫും അതിൻ്റെ ഇടയിൽ കൂടെ കടന്നോട്ട് വിചാരിച്ചങ്ങാണ്ട് ഒരു 1/2 കിലോ ബീഫും ഒരു 2 കിലോ പലവകയൊക്കെ കൊണ്ടുവന്നിക്കണം. അപ്പോൾ അതൊക്കെ അങ്ങനെ പാത്രത്തിൽ ആക്കിയിട്ട് വേണം. പൂള നമ്മൾ തൊടുന്ന് തന്നെ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതൊന്ന് പറിച്ച് കൊണ്ടുവരണം. അപ്പോൾ നാണിപ്പാക്ക ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നാണിപ്പാക്ക പറിച്ചങ്ങാണ്ട് തരാറ് നിൽക്കണം. ഞങ്ങൾ പൂള ഒന്നായിട്ടാണ് പറിച്ചെടുക്കൂല കേട്ടോ. ആവശ്യത്തിന് ഇങ്ങനെ എന്താ പറയുക ചോട്ടിൽ പോയി കണ്ട് ഇങ്ങനെ തിറന്ന് മാന്തി എടുക്കലാണ് കേട്ടോ. ഓരോ കിഴങ്ങന്നെ മതി, അത്യാവശ്യം ഉണ്ടാവും. അങ്ങനെ എടുത്തെടുത്ത് പൈമ ആകെ 2-3 കിഴങ്ങന്നെ ഉള്ളൂ, ബാക്കിയൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് വരിക അല്ലെങ്കിൽ ആർക്കെങ്കിലും പൂള വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്നായിട്ട് പറിച്ചെടുക്കും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഓരോ കിഴങ്ങ് നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ തിറന്ന് മാന്തി എടുക്കും. അപ്പം പിന്നെ ബാക്കിയൊന്നും കേടില്ലാതെ ആ മണ്ണിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുമല്ലോ. അപ്പം നമുക്ക് ആദ്യം കുക്കറിൽ പലവകയും ബീഫും പാട് രണ്ടും പാടെ ഒന്നിച്ചിട്ടുങ്ങാണ്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ടാക്കി വെച്ച 2 പീസ് അത് ഇട്ടെടുത്തു. അപ്പോൾ ഈ ചതച്ച് വെച്ചാൽ ചെറിയ ഉള്ളി ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ചെറുള്ളി തൊലി കളഞ്ഞങ്ങാണ്ട് ഒരു ബോക്സിലാക്കിങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിന്. അപ്പോൾ അതിന് കുറച്ചെടുത്തങ്ങാണ്ട് അങ്ങനെ കട്ട് ചെയ്തങ്ങാണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ, ചതക്കണില്ല. പിന്നെ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളകും പൊടിയും മല്ലിപ്പൊടിയും ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അതും കല്ലുപ്പൊക്കെ ഇട്ടെടുത്ത്, പിന്നെ ഞാൻ ഗരം മസാല ഉണ്ടല്ലോ അത് 1.5 ടീസ്പൂൺ ഇട്ടെടുത്ത് കേട്ടോ. നമ്മൾ ഈ കപ്പ ബിരിയാണി ആകുമ്പം ഗരം മസാല മസ്റ്റാണ് കേട്ടോ, അതെന്തായാലും ഇട്ട് കൊടുക്കണേ. അപ്പോൾ അത് ഇട്ടെടുത്ത് പിന്നെ പച്ചമുളകും കരിവേപ്പിൻ്റെ ഇല അതൊക്കെ ഇട്ടെടുത്തുക്കണേ, ചെറിയ ഉള്ളിയും. അപ്പോൾ നല്ലോണം കൈ വെച്ചുകൊണ്ട് ഞരടി കുഴച്ചെടുക്കുക.
പൂളയൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് കണ്ട് വേറെ കുക്കറിൽ മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് വേവിച്ചെടുത്ത് പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ കൊണ്ട് ഊറ്റിയെടുത്തിട്ട് പിന്നെ നമ്മൾ ഈ ബീഫൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പൂളയൊക്കെ നല്ല അടിപൊളി പൂളയാണ് കേട്ടോ, നല്ല ഉടയുന്ന പൂളയാണ്. അപ്പോൾ പൂള ഞാൻ ആ കുക്കർക്ക് ഇട്ടെടുത്ത് ഇളക്കിയപ്പോൾ എനിക്ക് തോന്നിയത് മിക്സ് ചെയ്യാൻ കഴിയണില്ല. അപ്പോൾ വേറെ ചട്ടിക്ക് മാറ്റിങ്ങാണ്ട് ഇത് പൂളയൊക്കെ ഒന്നും കൂടി ഉടക്കണമല്ലോ. അപ്പോൾ ഒരു ഉരുളിയൊക്കെ എടുത്തുകൊണ്ട് അയക്കിട്ടെടുത്ത് അപ്പോൾ സമയം 2 മണിയായിക്കണം കേട്ടോ. അപ്പം ഞങ്ങളിത് കൂട്ടി ചോറ് കഴിക്കട്ടെ. അപ്പോൾ വാവ ചോറൊന്നുങ്ങാണ്ട് പോയി. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഉച്ചക്കത്തെ സ്പെഷ്യൽ നല്ല അടിപൊളി കപ്പ ബിരിയാണി ചോറ് കേട്ടോ. അതൊക്കെ കൂട്ടിക്ക് വെച്ചുകൊണ്ട് ഞങ്ങൾ ചോറ് കഴിച്ചു. നമ്മളെ ചോറ് വയൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ നമ്മളെ അടുക്കളയത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ റാക്കിൻ്റെ മുകളിലാണ് ഡോർ ഇട്ടത്. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മളെ ഈ പാത്രത്തിൻ്റെ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് അവിടുന്ന് പോയി. അപ്പോൾ അവിടെ അങ്ങനെ ഒരു സംഭവം വെച്ചിരിക്കണേ, പിന്നെ പാത്രം വെക്കണ സ്റ്റാൻഡും വെച്ചിരിക്കണം. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാകണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.